Hi, question number 25. Yes. Yes, it's a question from Wave Optics. A double slit interference experiment performed with a light of wavelength 600 nanometer forms an interference fringe pattern on a screen with a 10th bright fringe having its center at a distance 10 millimeter from the central maximum. അപ്പോൾ distance of nth bright band from central maximum അല്ലേ? ഏതാ equation? yn is equal to n d lambda by small d. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇനി എന്താ പറഞ്ഞത്? ഡിസ്റ്റൻസ് ഓഫ് ദ സെൻറ്റർ ഓഫ് ദ സെയിം 10th ബ്രൈറ്റ് ഫ്രിഞ്ച് from the central maximum when the source of light is replaced by another source of wavelength 660 nanometer would be dash millimeter. അപ്പോൾ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടാവുന്നുള്ളൂ. അപ്പോൾ ആ ക്വസ്റ്റൻ ഒന്നുകൂടെ മനസ്സിലാക്കുക. 600 നാനോമീറ്റർ വേവ് ലെങ്ത് യൂസ് ചെയ്ത സമയത്ത് 10 മില്ലിമീറ്റർ ഡിസ്റ്റൻസിലാണ് നമുക്ക് 10th ഫ്രിഞ്ച് കിട്ടിയത്. എന്നാൽ വേവ് ലെങ്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അതേ 10th ഫ്രിഞ്ച് എത്ര ഡിസ്റ്റൻസ് അകലെയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ യൂണിറ്റ് കൺവേർഷൻ ഒന്നും നമ്മൾ പോകണ്ട. കാരണം ഇവിടെ വേവ് ലെങ്ത് നാനോമീറ്റർ, ഇവിടെയും വേവ് ലെങ്ത് നാനോമീറ്റർ. ഇവിടെ ഡിസ്റ്റൻസ് മില്ലിമീറ്ററിലാണ്, നമ്മളോട് ചോദിച്ചത് മില്ലിമീറ്ററിലാണ്. ഓക്കെ, അപ്പോൾ ഒരു യൂണിറ്റിനെ കുറിച്ച് നമ്മൾ കൺസേൺ ആവണ്ട. നമുക്ക് ആൻസർ കറക്റ്റ് ഇതേ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആൻസറിലേക്ക് കിട്ടിക്കോളും. യെസ്, ഞാൻ എഴുതുന്നു ഇവിടെ 10 മില്ലിമീറ്റർ. അപ്പോൾ 10 ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു ലാംഡ ഹൗ മച്ച് 600 നാനോമീറ്റർ ഡി ഇൻറ്റു ഡി ബൈ ഡി. അപ്പോൾ 10 കട്ട് ചെയ്തു. ദെർഫോർ യു വിൽ ഗെറ്റ് ഡി ബൈ ഡി ഈക്വൽ ടു, ഇതിൽ നിന്ന് നമുക്ക് ഡി ബൈ ഡി കിട്ടും. ഡി ബൈ ഡി ഈസ് ഈക്വൽ ടു 1/600 എന്ന് കിട്ടി. അവിടെ കട്ടെ, അത് നമുക്ക് അടുത്ത കണ്ടീഷനിൽ കൊടുക്കാം. അടുത്ത നോക്കൂ, പുതിയ ഡിസ്റ്റൻസ് എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ വൈ എൻ ഡാഷ് ഈസ് ഈക്വൽ ടു അഗെയിൻ 10 ഇൻറ്റു ഡി ബൈ ഡി ഈസ് 1/600 ഇൻറ്റു ലാംഡ ഈസ് ഹിയർ ഇറ്റ് ഈസ് 660. അപ്പോൾ 0 കട്ട് ചെയ്തു. ദെൻ ഇവിടെ 6 10 ഉണ്ട്, ഇവിടെ 6 11 ഉണ്ട്. അപ്പോൾ 10 അഗെയിൻ കട്ട്. യെസ്, ദ ആൻസർ ഈസ് 11 ഈസ് ദ റൈറ്റ് ആൻസർ. 11 മില്ലിമീറ്റർ ഈസ് ദ കറക്റ്റ് ആൻസർ.